വിജയകസര ട്രോഫിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ കേരളത്തിന് തോൽവി. ഇന്ന് നടന്ന നിർണായകമായ മത്സരത്തിൽ 77 റൺസിന് തമിഴ്നാടിനോടാണ് കേരളം പരാജയപ്പെട്ടത്. ഇതോടെ ക്വാർട്ടർ ഫൈനൽ കാണാതെ കേരളം പുറത്തായിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിന്റെ പടിവാതിക്കൽ എത്തിയിട്ടാണ് കേരളം അവസാനം കലമുടച്ചത്. ഇന്ന് തമിഴ്നാടിനെതിരെ കേരളം വിജയിച്ചിരുന്നുവെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ കടക്കാൻ കഴിയുമായിരുന്നു. ടോസ് നേടിയ കേരളം തമിഴ്നാടിനെതിരെ ആദ്യം ബൗൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ എൻ ജഗദീശന്റെ സെഞ്ചുറി പ്രകടനം തമിഴ്നാടിനെ 8 വിക്കറ്റിന് 294 റൺസിൽ എത്തിച്ചു. എൻ ജഗദീശൻ 139 റൺസും ഭൂപതി വൈഷ്ണവകുമാർ 35 റൺസും ആദിഷ് SR 33 റൺസും തമിഴ്നാടിനായി നേടി. ഏതൻ ആപ്പിൾ ടോം കേരളത്തിനായി 6 വിക്കറ്റ് നേടിയെങ്കിലും തമിഴ്നാട് മികച്ച സ്കോർ കേരളത്തിനെതിരെ നേടുകയായിരുന്നു. കഴിഞ്ഞ 2 മത്സരത്തിനും ബമ്പർ സ്കോറിനെ മറികടന്ന് കേരളം തമിഴ്നാടിനെതിരെ 217 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. സഞ്ജു സാംസന്റെ അഭാവത്തിൽ ക്യാപ്റ്റൻ രോഹൻ കുന്നുമ്മേന്റെ കൂടെ കൃഷ്ണപ്രസാദ് ആയിരുന്നു ഓപ്പണിംഗ് ജോഡിയായി എത്തിയത്. മികച്ച തുടക്കം കേരളത്തിന് ലഭിച്ചെങ്കിലും ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായത് കേരളത്തിന് തിരിച്ചടിയായി. രോഹൻ കുന്നുമ്മേൽ 73 റൺസ് നേടി ടോപ്പ് സ്കോറർ ബാറ്ററായപ്പോൾ ബാബ അവരാജ്യത്തിനും വിഷ്ണു വിനോദിനും വലിയ ഇന്നിംഗ്സുകൾ കളിക്കാൻ കഴിഞ്ഞില്ല. ഇരുവരും 35 റൺസ് വീതം നേടി പുറത്തായി. സൽമാൻ നിസാർ 25 റൺസ് നേടിയപ്പോൾ മുഹമ്മദ് അസറുദ്ദീനും ഷറഫുദ്ദീനും ബാറ്റിംഗിൽ നിരാശപ്പെടുത്തി. 5 വിക്കറ്റിന് 171 റൺസ് നിന്ന കേരളം പിന്നീട് വലിയ ബാറ്റിംഗ് തകർച്ചയിൽ വീഴുകയായിരുന്നു. 40-ാം ഓവറിന്റെ 2-ാം പന്തിൽ കേരളം ഓൾ ഔട്ടായി.